കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു രശ്മി ഉണ്ടെങ്കിൽ തൻ്റെ മോളുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു എനിക്കുണ്ടെങ്കിൽ നേരെ ചെയ്യുന്ന ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഇത് എനിക്ക് ജയകുമാർ സമ്മതിക്കത്തില്ല, ഭയങ്കര ഹെൽത്തിൻ്റെ ഒക്കെ കാര്യം നോക്കി എനിക്കൊരു ഫ്രൂട്ടോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും കഴിക്കാനൊന്നും സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ സമയത്തുണ്ടെങ്കിൽ അത് ഭയങ്കര വൈറലായിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു. അതിന് ശേഷം ഉണ്ട് ഇത് എനിക്ക് മോള് വന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കണക്കൊന്നുമല്ല അമ്മയ്ക്ക് എനിക്ക് ഡയറ്റ് നോക്കിപ്പിക്കുന്നത്, അതല്ലാതെ വേറെ ഉള്ള കാര്യമൊന്നും ഇല്ലെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ജയപ്രകാശ് തന്നെ ഇത് കണക്ക് പറയുന്നുണ്ട്, ഞാൻ അവളെ കൊണ്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഒന്നും കഴിപ്പിക്കാതൊന്നും ഇരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ രശ്മി പറയുന്നുണ്ട് ഇതെനിക്ക് ജയപ്രകാശ് ഉണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ എൻ്റെ ഭയങ്കരമായിട്ട് ഹെൽത്ത് കോൺഷ്യസ് ഉണ്ടായത് കൊണ്ടാണ് ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഭാവിയിലുണ്ടെങ്കിൽ ഇതെനിക്ക് അസുഖങ്ങൾ വന്ന് കിടക്കാതിരിക്കാൻ വേണ്ടി എൻ്റെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യുന്നതാണ്, അതിനെക്കുറിച്ചാണ് ഞാനുണ്ടെങ്കിൽ എൻ്റെ മോളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന കണക്കുണ്ടെങ്കിൽ ജയപ്രകാശ് ഉണ്ടെങ്കിൽ എനിക്ക് ആഹാരം തരാതെ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ആഹാരം കഴിക്കാൻ സമ്മതിക്കാത്തുള്ള രീതിയിലൊന്നുമില്ല, എനിക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്ത് തരുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ ഹെൽത്തിൻ്റെ കാര്യം മാത്രമാണ് ഇതാണ് ഈ ഫ്രൂട്ട് കഴിക്കാവൂ അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള ഭക്ഷണമേ കഴിക്കാവൂ എന്നുള്ള രീതിയിൽ പറയുന്നത്, അതല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്നുള്ള രീതിയിലായിരുന്നു രശ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നത്.